വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെട്രിക്സിന്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു, ഡിഫറെന്റ് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ലാസ്റ്റ് വൺ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അത്ര വരെയായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചു തീർത്തിരിക്കുന്നത്. അപ്പം മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? Rows and columns are interchanged, then we get the transpose. 1 2 3 minus 1 0 4. This matrix is of order 2 by 3. Then its transpose can be denoted as A dash or A raised to T or A bar. ഇങ്ങനെ എല്ലാം ഡിനോട്ട് ചെയ്താൽ അത് ട്രാൻസ്പോസ് എന്ന് തന്നെയാണ് കേട്ടോ വായിക്കുന്നത്. That's equal to 1 2 3 minus 1 0 4. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എ ട്രാൻസ്പോസ് എന്ന് പേര് വിളിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണെങ്കിൽ അതിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് n/m. ഇതായിരിക്കും ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് വരിക. അപ്പൊ തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്പോസ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുക. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നേരത്തെ പറഞ്ഞ പോലെ 1 2 3 0 minus 1 4. അപ്പൊ എന്തായിരുന്നു നമ്മൾ അതിന്റെ ട്രാൻസ്പോസ് പറഞ്ഞ എന്തായിരുന്നു? ഫസ്റ്റ് റോ മാറി കോളം ആവില്ലേ? അപ്പൊ ഫസ്റ്റ് കോളം എത്ര വരും? 1 2 3. സെക്കൻഡ് കോളം 0 minus 1 4. ഇനി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് ട്രാൻസ്പോസ് എടുത്ത് നോക്കിയേ. അതായത് എ ട്രാൻസ്പോസിനെ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുത്താൽ വീണ്ടും റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യില്ലേ? ചെയ്യും. അപ്പൊ എങ്ങനെയാ വരിക? ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വീണ്ടും റോയായി, അടുത്തത് 0 minus 1 4. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുത്താൽ അത് ഏത് തന്നെയായിരിക്കും അതിന്റെ ആൻസർ വരിക? എ തന്നെയാണ് വരിക. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി വരുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? കെ ഇൻറ്റു എ. അതായത് ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുത്താലും ട്രാൻസ്പോസ് എടുത്തിട്ട് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസർ രണ്ടും സെയിം ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതായത് റിവേഴ്സൽ ലോ ആണ് നമുക്ക് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കണം. എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അത് നമുക്ക് പ്രോബ്ലം ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറുകളിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 3 minus 1, ബി ഇസ് ഈക്വൽ ടു 2 3 4 1. ഇങ്ങനെ രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വെരിഫൈ ദാറ്റ് എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. Verify that AB transpose is equal to B transpose into A transpose. ഇതാണ് നമ്മുടെ വെരിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A into B. ഒരു കാര്യം ഓർക്കണേ, ഈ പറയുന്ന എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഐഡന്റിറ്റിയാണ് കേട്ടോ. ഒരു കാരണവശാലും ഇത് ഈക്വൽ അല്ല എന്നൊരു ആൻസർ വരില്ല. അങ്ങനെ വന്നാൽ ഉറപ്പാണ് നമ്മൾ ചെയ്തത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ ആണ്, സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ആ റോയും കോളും ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലസോ മൈനസോ ഒക്കെ മാറിപ്പോയാൽ ആൻസർ തെറ്റുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഒരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷനിൽ എത്തരുത്. എന്താണെങ്കിലും എ ബി ട്രാൻസ്പോസ് എന്തായിരിക്കും വരിക? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഉറപ്പാണ്. അവിടെ ചില കുട്ടികൾക്ക് തെറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഈ സൈഡ് നമ്മൾ എ ഇൻറ്റു ബി ചെയ്തു, അതിന്റെ ട്രാൻസ്പോസ് എടുത്തു. റൈറ്റ് സൈഡ് കിടക്കുന്നത് ഏത് ഓർഡറിലാണെന്ന് നോക്കിയേ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ? അപ്പൊ ആദ്യം ആരുടെ ട്രാൻസ്പോസ് തന്നെ എഴുതണം? നമ്മൾ ബിയുടെ ട്രാൻസ്പോസ് തന്നെ എഴുതണം. രണ്ടാമതാണ് എയുടെ ട്രാൻസ്പോസ് എഴുതാവുള്ളൂ. അത് തിരിച്ചെഴുതിയാൽ, അതായത് ആദ്യം എയുടെ ട്രാൻസ്പോസും രണ്ടാമത് ബിയുടെ ട്രാൻസ്പോസും എഴുതിയാൽ ഈ ആൻസർ ഈക്വൽ ആവില്ല.
അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇൻ ജനറൽ. അതുകൊണ്ട് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ആക്കരുത്. അവിടെ എങ്ങനെ തന്നെ കൊടുക്കണം, റിവേഴ്സൽ ലോ ആണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കൊടുക്കുക, അപ്പോഴാണ് നമുക്കത് ഈക്വൽ ആണെന്ന് വരുള്ളൂ. അപ്പൊ എ ഇൻറ്റു ബി നമ്മൾ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 1 into 2 plus 2 into 4. First row with the second column 3 plus 2. Second row first column 6 minus 4. Second row last column 9 minus 1. That's equal to 10, 5, 2, 8. This one is A into B. So what is AB transpose? That's equal to 10, 5, 2, 8. Take this equation number 1. Second equation നമുക്ക് എന്താ ചെയ്യേണ്ടത്? B transpose into A transpose. What is B transpose? Take this as a row as column. 2, 4 ഇവിടുത്തെ കോളം ഇവിടെ റോ ആയി, into A transpose 1, 2, 3 minus 1. ഇത് തമ്മിൽ സാധാരണ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വന്നു നോക്കാം നമുക്ക്? 2 into 1 4 into 2. അപ്പൊ ഇവിടെ 2 plus 8. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 6 minus 4. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 3 plus 2. സെക്കൻഡ് റോ ലാസ്റ്റ് കോളം 9 minus 1. So the final answer is 10, 2, 5, 8. Take this equation number 2. From equation 1 and 2 രണ്ടും ഈക്വൽ ആയില്ലേ നോക്കിയേ, 10, 2 and 5, 8. സോ നമ്മൾ ലാസ്റ്റ് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഞാൻ നേരത്തെ പറഞ്ഞു എ ബി ട്രാൻസ്പോസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അങ്ങനെ അല്ല എന്നൊരു ആൻസർ വരില്ല, വരാൻ പാടില്ല. വന്നാൽ നമ്മൾ ചെയ്തത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുന്നു 1, 2, 3. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു -1, 2, 4. ഈ മെട്രിക്സിന്റെ ഓർഡർ ഇപ്പൊ ഇത് തന്നെ എയും ബിയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ വരും എന്ന് പറയാം. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരുന്നു? 1 റോ വിത്ത് 3 കോളം. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3 റോസ് വിത്ത് 1 കോളം. അപ്പൊ ഇത് എന്തായിട്ട് വന്നിരിക്കുന്നത്? നമുക്ക് 3/3 ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ വരുന്നതെന്ന് പറഞ്ഞ്, ഈ ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളും ഒരൊറ്റ എലമെന്റ് നമുക്ക് അവിടെ വരുന്നുള്ളൂ. അപ്പൊ എ ഇൻറ്റു ബി എടുക്കാം, എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അപ്പൊ ഏത് എലമെന്റ് മാത്രമേ വരുള്ളൂ? ആ ഒരു സിംഗിൾ എലമെന്റ് മാത്രം അവിടെ വരും. മനസ്സിലായോ? അപ്പൊ അതുപോലെ തിരിച്ച് ഈ ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇപ്പൊ ഈ എ കിടക്കുന്ന ഏത് മെട്രിക്സാ? റോ മെട്രിക്സാ. ബി കിടക്കുന്ന ഏത് മെട്രിക്സാ? കോളം മെട്രിക്സാ. അത് തിരിച്ചു വരുമ്പോൾ ഈ ബി എന്തായിട്ട് വരും? നമുക്ക് അതൊരു റോ മെട്രിക്സും ആകും, എ എന്ന് പറയുന്നത് കോളം മെട്രിക്സും ആകും. അപ്പൊ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം എലമെന്റ് തന്നെയായിരിക്കും അവിടെ വരിക. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ട്രാൻസ്പോസ് പറയണ്ട, അല്ലാതെ ഒരൊറ്റ എലമെന്റ് അവിടെ വരുന്നുള്ളൂ. ആ എലമെന്റിന് അതിന്റെ ട്രാൻസ്പോസ് ആയിട്ട് നമുക്ക് അവിടെ വരികയും ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി. ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തിരിച്ചു പറയാം. -2, 4, 5 ബി ഈക്വൽ ടു 1, 3, -6. നേരത്തെ ഇത് തന്നെ ഞാനൊന്ന് തിരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞു. അപ്പൊ അത് എന്താ വന്നിരിക്കും? നമുക്ക് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മെട്രിക്സിന്റെ എത്രയായിരിക്കും? അതിന്റെ എത്ര നമ്പർ ഓഫ് റോ? 3/1. ഇതാവുമ്പോൾ എത്ര വരും? 1/3. ഇത് രണ്ടും 1 ആണ്. അതുകൊണ്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. സോ ഹിയർ വാട്ട് ഈസ് എ ഇൻറ്റു ബി? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. സോ ഇറ്റ് ഈസ് -2 into 1. സോ -2. വേറെ ആഡ് ചെയ്യാനൊന്നും ഇല്ല. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം ഒരൊറ്റ എലമെന്റേ ഉള്ളൂ, -2 മാത്രം. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം ഒരൊറ്റ എലമെന്റേ ഉള്ളൂ. ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം അപ്പോഴും ഒരു എലമെന്റേ ഉള്ളൂ, ഏത് മാത്രം? 12 മാത്രം. ദെൻ സെക്കൻഡ് റോയിലോട്ട് പോവാം. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്. തേർഡ് റോ എടുക്കുന്നു 5, 15 -30 and this one is A into B. So what is AB transpose? Rowing column interchange ചെയ്യാം. -2 -6 12, 4 12 -24,
5, 15 minus 30 and take this equation number 1 AB transpose. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഓൾറെഡി കിട്ടി. എന്താണ്? AB ട്രാൻസ്പോസ്. Then next right side ചെയ്യാം B transpose into A transpose. B transpose is 1, 3 minus 6. A transpose is -2, 4, 5. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനോട്ട് പോകാം. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 1 into -2. then അടുത്തത് 1 into 4, 1 into 5. സെക്കൻഡ് റോ ഇവിടെ അഡീഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. കാരണം ആ റോയിനും കോളത്തിനും വേറെ എലമെന്റ് ഒന്നും ഇല്ല. അപ്പൊ 3 into -2 -6, 3 into 4 12, 3 into 5 15. -6 into -2 12, -6 into 4 -24, -6 into 5 -30. Take this equation number 2. ചെക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 and 2 ഈക്വൽ ആയില്ലേ നോക്കിയേ. ആയി. സോ ഫ്രം ഇക്വേഷൻ 1 and 2 we can easily say that AB transpose is equal to B transpose into A transpose. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. AB transpose is always equal to B transpose into A transpose ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഇതാണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് എയുടെ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് എ സിമെട്രിക് മെട്രിക്സ്. ആൻഡ് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a, ഇറ്റ് ഈസ് കോൾഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ദാറ്റ് ഈസ് ഇഫ് എ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു എക്സാമ്പിൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കാം. എയുടെ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ 1, 2, 3 കോളമായിട്ട് എഴുതി, സെക്കൻഡ് റോ കോളമായിട്ട് എഴുതി, തേർഡ് റോ കോളമായിട്ട് എഴുതി, 3, 5, 6. നോക്കൂ, എല്ലാം സെയിം എലമെന്റ് അല്ലേ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഈസ് കോൾഡ് സിമെട്രിക് മെട്രിക്സ്. Take another example. A is equal to 0 - 1 2, 1 - 2, 0 3 - 3 0. Then what is A transpose? First column 0 - 1 2, next one is 1 0 3, next one is -2 -3 0. എന്താണ് ഈ രണ്ട് മെട്രിക്സുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരിക നോക്കിയേ. ഈ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0 ആണ്. ഇവിടെ ഈ സെക്കൻഡ് എലിമെന്റ് -1, അപ്പൊ ഇതിവിടെ 1, ഇവിടെ 2, അപ്പോൾ ഇവിടെ -2, ഇവിടെ 1 വന്നപ്പോൾ -1, ഇവിടെ -2. അപ്പൊ എല്ലാ എലമെന്റുകളിലും ഒരു മൈനസിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a. സോ ഇറ്റ് ഈസ് കോൾഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതാണ് അതിന്റെ ഡയഗണൽ എലമെന്റ് എപ്പോഴും 0 ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സുകൾ എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ABC-യുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് A -1 3 B C 0 1 ഇങ്ങനെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട്, അപ്പം ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് ഓൾറെഡി അവിടെ പറയും. അപ്പൊ സ്ക്യൂ സിമെട്രിക് ആവുന്ന ആ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിട്ടാ വരാൻ പാടുള്ളൂ അവിടെ? 0. അപ്പൊ എക്ക് ഏതായിരിക്കും വാല്യൂ വരുന്നത്? നമുക്ക് അവിടെ 0 വരുള്ളൂ. അതുപോലെ ഈ വരുന്ന എലമെന്റുകൾ തമ്മിൽ ഈ വരുന്ന കോളവും ഈ റോയും തമ്മിൽ എന്താ അവിടെ റിലേഷൻ വരിക? ഒരു സൈൻ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആൻസർ വരേണ്ടത്? 1 വരും. ഇവിടെ 3 കിടക്കുമ്പോൾ ഇവിടെ എത്രയായിരിക്കും ആൻസർ വരിക? -3. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, for any square matrix A with the real number n base, A plus A transpose is symmetric and A minus A transpose is always skew symmetric. ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്താൽ അത് എപ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അത് മൈനസ് ചെയ്യുവാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും വരുന്നത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഈ പോയിന്റ് നമ്മൾ പറയുന്നത് അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് പറയുന്നത്. കാരണം every square matrix can be expressed as the sum of a symmetric and skew symmetric matrix. അത് നമ്മുടെ ബോർഡ് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു മെട്രിക്സ് തരും, എന്നിട്ട് നമ്മളോട് പറയും express this matrix as the sum of a symmetric and skew symmetric matrix.
ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് അതിന്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതിയാൽ ശരിയല്ലേ? നോക്കി, എ ട്രാൻസ്പോസ് കട്ടായി പോയാൽ എ പ്ലസ് എ എടുക്കുമ്പോൾ 2a ബൈ 2. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2ഉം എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്നും കൊടുക്കാം. അപ്പൊ തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഈ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞല്ലോ, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു 2 വെച്ച് ഡിവൈഡ് ചെയ്താലും അത് എന്ത് തന്നെ വരുള്ളൂ, നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും തന്നെയാവും. അപ്പോൾ ഇതിനെ നമ്മൾ എളുപ്പത്തിന് ഒരു പി എന്ന് ഡിനോട്ട് ചെയ്യുക, ഇത് ഒരു ക്യൂ എന്നും ഡിനോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് പി ഈസ് ഈക്വൽ ടു ഹാഫ് എ plus a transpose and q is equal to half a minus a transpose. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ നമ്മളോട് വെറുതെ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് തരും. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തരുന്നു. ഇങ്ങനെ ഒരു മെട്രിക്സ് തരും. എന്നിട്ട് നമ്മളോട് പറയാണ് എക്സ്പ്രസ് ദിസ് മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതണം. എങ്ങനെയാ ട്രാൻസ്പോസ്? 1 2 3 0 - 1 4 5 2 - 3. ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതും. ഇനി പി കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഹാഫ് അവിടെ കിടന്നോളും, ഔട്ട്സൈഡില് എ പ്ലസ് എ ട്രാൻസ്പോസ്. മെട്രിക്സ് അഡീഷൻ ആണ്. വെറുതെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നമ്മള് മെട്രിക്സുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കറസ്പോണ്ടിങ് എലമെന്റ്. അപ്പൊ 2 2 8 2 - 2 6 8 6 - 6. ഇങ്ങനെ വന്നു. അപ്പൊ ഇതാണ് നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഹാഫ് ഔട്ട്സൈഡിൽ കിടന്നാലും മതി, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അകത്തോട്ട് കൊടുക്കാം. ഇനിയിപ്പോ ഈ കേസിൽ ഇപ്പൊ നമുക്ക് ചെയ്തു വന്നപ്പോ എല്ലാം 2വിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ വന്നു. പക്ഷെ എപ്പോഴും അത് 2വിന്റെ മൾട്ടിപ്പിൾ ആവണമെന്നില്ല. അപ്പൊ ഫ്രാക്ഷൻ വരും, വന്നാലും കുഴപ്പമൊന്നുമില്ല. 2 ഒന്നുകിൽ ഔട്ട്സൈഡിൽ ഇടാം, ഇല്ലെങ്കിൽ അകത്ത് അത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ കിട്ടും നമുക്ക് പി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ ക്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിലോ ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് വരും. ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ എത്രയാ വരുന്നത് നോക്കിയേ. ഇനി ഇത് സിമെട്രിക് ആണെന്നും കൂടെ ഒന്ന് നോക്കി പോണേ. 1 1 4 1 1 4 1 - 1 3 1 - 1 3 4 3 - 3 4 3 - 3. അത് ഇന്റർചേഞ്ച് ചെയ്ത സെയിം എലമെന്റ് ആണ്. അപ്പൊ പി സിമെട്രിക് ആണ്. ഇനി അടുത്തത് നോക്കാം, നമുക്ക് മൈനസ് ചെയ്യാം. 1 - 1 0 2 - 0. ഇത് 2 3 - 5 -2 0 - 2 -2 -1 -1. So it becomes 0 4 - 2 5 - 3 2 - 4 -3 -3. ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആൻസർ എത്ര കിട്ടി? 0 1 - 1 -1 0 1 1 -1 0. നോക്കൂ, ഇതെന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ഇതിന്റെ ട്രാൻസ്പോസ് എഴുതി നോക്കാം. എഴുതി നോക്കുമ്പോൾ ഈ റോയിലെ നമ്പറും കോളത്തിലെ നമ്പറും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു മൈനസിന്റെ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് പറയാം പി ട്രാൻസ്പോസ്. അപ്പൊ നമ്മളിത് പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ പിയും ക്യൂവും കണ്ടുപിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് പി ട്രാൻസ്പോസ് എഴുതി അത് പി തന്നെയാണെന്ന് കാണിക്കണം. ക്യൂ ട്രാൻസ്പോസ് എഴുതി അത് -q ആണെന്ന് കാണിക്കണം. ദെൻ ഫൈനലി ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഏതാണ്? ഈ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏത് മെട്രിക്സ് തന്നെ കിട്ടണം? നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അത് ചിലപ്പോൾ നമുക്ക് 2 by 2 ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ചോദിക്കുന്നത് 3 by 3 മെട്രിക്സ് ആയിരിക്കാം.
ദാ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നത് നോക്കൂ. ഇപ്പൊ ഇത് നമുക്ക് എക്സ്പ്രസ് ദ മെട്രിക്സ് ബി ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ നമ്മളുടെ മെട്രിക്സ് ബി ഈക്വൽ ടു 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3. Then what is B transpose? 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തു. P കാൽക്കുലേറ്റ് ചെയ്യാം. ഹാഫ് B പ്ലസ് B ട്രാൻസ്പോസ്. That is half ബിയും ബി ട്രാൻസ്പോസും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്താൽ 2 plus 2 4 minus 3 minus 3 minus 1 minus 2 minus 3 6 2 1 1 minus 4 കൂടെ ആഡ് ചെയ്തു. അപ്പൊ -3 -2 4 ആഡ് ചെയ്തു. അപ്പൊ 2 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -6 എന്ന് കിട്ടും. അവിടെ ആ ഒരു ഹാഫ് നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ നോക്കൂ, സിമെട്രിക് ആണോ നോക്കിയേ. 4 - 3 - 3 താഴെയും അങ്ങനെ തന്നെ പറയണം. -3 6 2 -3 6 2 -3 2 -6 -3 2 -6. അപ്പൊ അത് ഏത് തന്നെയായിട്ട് വന്നിട്ടുണ്ട്? സിമെട്രിക് മെട്രിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ക്യൂ കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. അപ്പൊ ഹാഫ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ 2 - 2 0 -2 plus 1 -4 -1 -2 -1. അപ്പൊ -2 plus 1 വരും. -1 plus 2 3 - 3 0 4 -2 4 plus 2 1 -4 -2 so it is -6. ഈ -3 -3 so -3 + 3 ആവും 0. ഡയഗണൽ എലമെന്റുകൾ 0 വന്നു. ഇനി എലമെന്റ്സുകളെല്ലാം നോക്കൂ, ഒരു മൈനസിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഈ റോ നോക്കിയാൽ ഇവിടെ 0 -1 -5 താഴേക്ക് വരുമ്പോൾ അത് 1 5. അടുത്ത 1 0 6. ഈ 1നും ഈ 6ഉം പോസിറ്റീവാ. ഇങ്ങനെ നോക്കുമ്പോൾ അത് നെഗറ്റീവാ. അപ്പൊ എല്ലാ നമ്പറും തമ്മിൽ എന്തിന്റെ വ്യത്യാസമുണ്ട്? ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ക്യൂ എന്താണെന്ന് കിട്ടി? അവിടെ സ്ക്യൂ സിമെട്രിക് ആണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ P + Q = ഏത് കിട്ടണം? A എന്ന് പറയുന്ന ആൻസർ കിട്ടുകയും വേണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രാൻസ്പോസ്. അതൊരു ചെറിയ ടോപ്പിക്കാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ആ ഒരു ഹോൾ ചാപ്റ്റർ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കണം. പിന്നെ മെട്രിക്സിന്റെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് എക്സ് വൈ എ ബി സിയുടെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കണം. ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് അത് സം എടുത്തുകൊണ്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. പിന്നെ ട്രാൻസ്പോസ് വെച്ചിട്ട് എവരി സ്ക്വയർ മെട്രിക്സ് ട്രാൻസ്പോസ് എന്ന് 2 ക്വസ്റ്റ്യൻ വരിക. ഒന്ന് ഈ ഇതുപോലെ നമുക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെ ഒന്ന് എ ബി ട്രാൻസ്പോസ് = ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് ആ ഒരു ഇക്വേഷന്റെ വെരിഫിക്കേഷൻ ചോദിക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചാപ്റ്റർ ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് നോക്കുക. അതിനകത്ത് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ അതിന് എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.